നമ്മളിപ്പോൾ അതുപോലെ വലയുടെ ഇറങ്ങിയായിരുന്നു. 3 വലയാണ് ഇപ്പോൾ മെയിനായിട്ട് ഇടുന്നത്. ഇപ്പോൾ 2 എണ്ണം എടുത്തു. ഇതിനകത്ത് ഒരെണ്ണത്തിൽ ഇതാ ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. വലിയൊരു കൂരൽ, ചെറിയ തൂളി, പിന്നെ പരലാണ്. കുറച്ച് പരൽ കിട്ടിയിട്ടുണ്ട്. ഒരു 10-20 പരലിനെ കൂടെ ഇതിനകത്തുണ്ട്. പിന്നെ ഇത് പൂവാലിക്കണ്ണിയാണ്. ഇതിനകത്തും അത്യാവശ്യം മീൻ കയറിയിട്ടുണ്ട്. ഇനി വീട്ടിൽ ചെന്ന എടുപ്പ് നടക്കത്തുള്ളൂ. ചെറിയൊരു ആരകം കയറിയിട്ടുണ്ട്. ഇത് കയറിക്കഴിഞ്ഞാൽ പിന്നെ വലയുടെ കാര്യം നോക്കണ്ട. ഇങ്ങനെ കുറച്ച് മീനുകൾ ഇതും കയറി. ഇതിൽ വലിയ മീനും കയറി. കൂരലൊക്കെ അത്യാവശ്യം നല്ല സൈസുള്ള കൂരല കിട്ടിയത്. കൂരലിനൊന്നും വലിയ ഉടക്കില്ല. മൂക്കൊക്കെ ചുമ്മാ ഒന്ന് മുട്ടിയിട്ടേ ഉള്ളൂ. അതിനെ അങ്ങ് കിടന്ന് കിട്ടുന്നു. തൊട്ടപ്പഴേ ഊരിപ്പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇതിനെ കിട്ടുന്നത്. ഇനിയിപ്പോൾ ഒരു വല കൂടെ എടുക്കാറുണ്ട്. എന്നിട്ട് ആ വല കൂടെ എടുത്തിട്ട് ഞാൻ മൊത്തത്തിനെ കൂടെ നിരത്തിയിടാം. ഇത് 2 വിരലിൻ്റെ വലയാണ്. ഇത് 1 വിരലിൻ്റെ. എല്ലാ വർഷം പോലെ നമുക്ക് ഈ വർഷം കിട്ടിയൊരു മുതല. അതാണ്ട് ഈ സാധനം ആരകൻ. നമ്മുടെ വലയിൽ മിക്ക വട്ടവും കയറും, വലയിൽ നശിപ്പിക്കും. ഇപ്പോഴാണ്ട് ഒരു കരിമീൻ്റെ കുഞ്ഞുമുണ്ട്. ഇച്ചിരിയേ ഉള്ളതാ. ഉള്ളിനെ നമ്മൾ രക്ഷപ്പെടുത്തിയെടുക്കും. ഏകപത്നി പ്രിയൻ. ഒരെണ്ണം മാത്രമേ കരിമീനുള്ളൂ എന്നാ പറയുന്നത്. അതുപോലെ തന്നെ തിരിച്ചു വിട്ടിട്ടുണ്ട്. രണ്ടാമതിട്ട വല കിട്ടിയ മീൻ എത്ര. കരിങ്കട കണ്ടു. അത്രയും സൈസ് ഉണ്ട്. വലിയ കരിങ്കട. 2 എണ്ണം കിട്ടോ. ഒരു ആയത്തിനകത്ത് അത്യാവശ്യം വലിയ മീൻ കിട്ടി. മീൻ നിപ്പുണ്ട്. പക്ഷെ ഇതുവരെ ഒന്നും കുറെ കൂരിലൊക്കെ കയറണ്ട. പക്ഷെ ഒന്നും കൂരിൽ കയറി. ഇത്രയും കിട്ടിയെന്ന്. ഇന്നാൾ ഇതുപോലെ ഒരു 10 മിനിറ്റ് കിട്ടുള്ളൂ. അന്നേരം ഒരു 2-3 കിലോ പരല് കിട്ടി. അതെ അതെ. 5:30-6 മണിക്കിട്ടപ്പോൾ ഇട്ട വലയാണ്. അത് ഏകദേശം എടുത്തു വന്നപ്പോൾ ഒരു 8:30 മീൻ പറക്കി വന്നപ്പം 10:30. ഇപ്പം അത് കിട്ടി മീനെ കാണിച്ചു തരാം. ഇത്രയും പരലിന് നമ്മുടെ 2 വലയെ കിട്ടിയതാണ്. 2 തോളി ഒരു ഇതുകൊണ്ട് കൂരിൽ. കരിങ്കടയൊക്കെ നല്ല സൈസ്. ബാക്കി മൊത്തവും പരല. ഇത്രയും പരലിനെ ഇന്ന് നമുക്ക് കിട്ടിയത്. അപ്പം 8 മണിക്ക് 8:30 വല എടുത്ത വലയിലെ മീനെല്ലാം ഊരി വന്നപ്പോൾ 10:30 എടുത്ത സമയമായി. കണ്ടോ, ഏകദേശം 10-40 മീൻ കൂടുതലുണ്ട്, വലുത് മാത്രം. ഓക്കേ.